നമസ്കാരം ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തൊഴിലും വേലയില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ എന്തെല്ലാം ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു എന്നുള്ള റിവ്യൂലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റീൽസ് അയക്കുന്ന ചങ്കുകൾ. എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് മാത്രമേ ഉള്ളൂ വരത്തുള്ളൂ. ഇന്നും ഒരു മെസ്സേജ് വന്നിട്ടില്ല. ആരുടെയും ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഒത്തിരി കൂട്ടുകാരുള്ളതുകൊണ്ടേ ആരുടെ എല്ലാം പരിപാടിയില്ല. അത് നമ്മുടെ നോക്കാം പരിപാടി എന്താണ്. அங்கூரமாய் இருக்குது எம்மாடி ഇവനാണ് കണ്ടാറോളി സാധനം മാത്രമുള്ള അയച്ചത്. വീറങ്ങാണ്ടൊക്കെ കയറിപ്പോ നമ്മ 20 രൂപയാണ്. അപ്പൊ നിവിൻ ചേട്ടന്റെ പെർഫോമൻസ് നമുക്ക് കാണാം. അപ്പൊ സ്റ്റേജ് ഓവർ നിവിൻ ചേട്ടൻ. ഇത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച ഡാൻസ് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്താ സംഭവം മനസ്സിലായില്ല. ഇത് മറ്റേ പുള്ളി നമസ്കാരം. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ. അച്ഛന് സുഖമില്ലാത്ത ആളാണ്. ഞാൻ കാണാൻ വന്നതാണ് വീട്ടിൽ. ഇത് കണ്ടോടാ മാല ചുരുങ്ങി ഒരു 15 പവന് അല്ലേ കേട്ടാ വന്ന് വീരവാദം അടിക്കുന്നേ. അച്ഛനും അമ്മച്ചിക്കും വയ്യ. എന്നാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറ്റിക്കോ. വാണപ്പെണ്ണുകളൊക്കെ വേറെ പണിയില്ല. എന്തിനാടാ ഈ ബലൂണും ബിപിയും ഒക്കെ? നിന്റെ അപ്പന്റെ 16 നിയന്ത്രിതനോ? നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തല്. അല്ല, നീ എങ്ങനെയാ സിംഹക്കുട്ടിയായത്? നമ്മ കാട്ടിലേക്ക് പോവായിരുന്നോ അതോ സിംഹം നാട്ടിലേക്ക് വരുമായിരുന്നോ? കാട്ടിലേക്കായാലും നാട്ടിലേക്കായാലും ഉണ്ടായ സിംഹക്കുട്ടിയല്ലേ. അല്ല ഇവനെ പോലെ വീട്ടിലെ വളർത്തു പട്ടിക്കുണ്ടായതല്ലോ. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ. എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിട. അവിടെ നേരെ പോയതാ. അപ്പൊ വളമൊക്കെ നിന്റെ അപ്പം വന്നോളക്കോ ചേട്ടോ? ഈ സ്റ്റീറിംഗ് ചേട്ടൻ അമ്മയ്ക്ക് ഊഞ്ഞെല്ലാം വച്ചേക്കടത്തൊന്നല്ല. അത് പിടിച്ച് തിരിച്ചാ മതി. നാളെ ഫ്രഷേഴ്സ് ഡേക്ക് പാടാനുള്ള കവിത ഒന്ന് പാടി നോക്കിയത് അച്ചോ. ഓ, കവിതയായിരുന്നോ വാലുവാസു? നീ എന്നതാ പാടിയെന്ന് ഞാൻ കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രാത്രിയാൽ എന്റെ കണ്ണിന്റെ കാഴ്ചക്കേ കുഴപ്പമുള്ളൂ. ചെവി നന്നായിട്ട് കേൾക്കാം. അങ്ങനെ കേൾക്കുന്നു മാത്രം വിശ്വസിക്കണത് മോശമല്ല അച്ചോ. മോനെ വാസു സദാശിവ, നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ. എന്നിട്ടും നീ അത് വിശ്വസിച്ചില്ല. എന്തിനാടാ ഈ ബലൂണും അൺലിമിറ്റഡ് ഊക്കെന്നും പറഞ്ഞ പരിപാടി. സൂപ്പർ. ഫിലിപ്പ് തീർച്ചയായും സീനല്ലേ. നങ്കൂറമായിരിക്കറേ ഇത് കണ്ടു തീർന്ന പണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ കാമുകൻ പിണങ്ങുമ്പോൾ കാമുകി പിണങ്ങല്ലടാ. ഇപ്പോൾ ഇറക്കല്ലടാ. പുതിയ ജനറേഷൻ വ്യത്യാസമാണ്. നേരെ സോൾമി വെന്നെ മമ്മാസ് മോനെ അങ്കിൾ ഇനൊരു പാട്ട് വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി. നങ്കൂറമായി പിള്ളേരുടെ പരിപാടിയാണ്.
breathe in, breathe down, breathe in, breathe down, breathe in, breathe down and sleep. ഡീപ്പോ 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 ഡീപ്പോ. നിങ്ങളുടെ ബോഡിയിലേക്ക് കുറച്ച് സജഷൻസ് തരികയാണ്. നിങ്ങൾ 916 ഊമ്പിത്രമാണെന്ന് തോന്നി പരിപാടി. ശരിക്കും ഒരു പുലി ഉണ്ടായിരുന്നെങ്കിൽ ആ പുലിയുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്ക് എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നതാണ് നിങ്ങളൊരു പുലി ഓടിച്ചിട്ട് ആക്രമിക്കാൻ വരികയാണ്. നിങ്ങളുടെ പിന്നാലെ ഒരു പുലി ഓടുന്നുണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. നിങ്ങൾ എഴുന്നേക്കുന്ന മുമ്പിൽ കാണുന്ന ഒരു പുലിയാണെന്നൊരു സങ്കല്പമാണ്. ചുറ്റുമുള്ളവരൊക്കെ പാനിക്കാണ്, ഓടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ മൈൻഡിൽ നല്ല രീതിയിലുള്ള ഭയമുണ്ട് പുലിയോട്. നിങ്ങളുടെ പിന്നാലെ ഒരു പുലി കൂടാൻ പോവാണ്. എഴുന്നേക്കുന്ന സമയത്ത് ഒരു ടൈഗർ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. വേക്കപ്പ്. പുലിയല്ല പാറി, ചുമ്മാ ഇതൊക്കെ പറ്റിയും আজি সিনা অতি দুর্বল মূল চাহি പറിച്ച കണ്ണാടി പോയി. বদলি দিবি আজি সিনা অতি പരിപാടി ഒന്നും കൊള്ളത്തില്ലല്ലോ. നങ്കൂരമായിരിക്കരേ LGTV ഫ്യൂരികളാണ്. കോത്തിന്റെ പുറത്താണ് സാധാരണ വെക്കുന്നത് ചട്ടാൻ മെഴുകി. ഇത് കോത്തിന്റെ അകത്ത് വെക്കണം, എന്നാൽ ഈ കഴപ്പൊക്കെ മാറത്തുള്ളൂ. എനിക്ക് ഈ LGTV ഫ്യൂരി പൊണ്ടച്ചി മക്കളെ എനിക്ക് കാണരുത്. എന്നല്ലേ ലോകമൊക്കെ മുടിഞ്ഞോണ്ടിരിക്കും. ഈ മുതലക്കഴിവേറിയൊക്കെ കാരണമാകും. എടാ പണ്ടൊക്കെ ഇത് ഭയങ്കര ഫാഷനായിരുന്നടാ. നോർമൽ പേഴ്സൺ ആൻഡ് നോർമലും പിന്നെ വേറെ എന്താ പറ്റുന്നില്ല. നോർമൽ പേഴ്സണും സാധാരണ ആട്ടുള്ള എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്താ അതിൻ്റെ പരിപാടി എന്നാണ്. മറ്റ് രാജ്യങ്ങളിലെ ബസ് സ്റ്റോപ്പും ഏതോ മൈരൻ തലകുത്തി 4 മാണം പണ്ടിൽ നിന്നും ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം. ഒരു കണക്ക് നോക്കിയത് 100% സത്യം. തൂറിയിട്ടവരെ കണക്കാം. അഞ്ചുക്കും 10ക്കും വേല സെഞ്ച മുന്താനയിൽ തുണി കട്ടും. ഇവിടെ പെയിന്റിങ് എന്ന് പറയുന്ന പണിയില്ലേ, ഭയങ്കര സുഖകരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിന്റിങ്. നമ്മൾ പെയിന്റിങ്ങിന് പോകുമ്പോൾ എന്നാ വേണം, നമ്മുടെ കൂട്ടുകാർ വിട്ട് വേണം പെയിന്റിങ്ങിന് പോകാൻ. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ പണി ഭയങ്കര ഓളമാണ്. നമ്മൾ ഈ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോൾ പൊതുവെ തലയ്ക്ക് ഭയങ്കര സ്ട്രെസ്സുള്ള പരിപാടി. ഇങ്ങനെ പെയിന്റിങ് ഞാൻ ആസ്വദിച്ച് ഭയങ്കര രസകരമായ ഒരു പരിപാടി. പെയിന്റിങ്, വെൽഡിങ്, വയറിങ് ഇതൊക്കെ കമ്പനിക്കാരുടെ കൂടെ പോകണം കേട്ടോ. അല്ല പുറത്തു നിന്ന് കണ്ട ആശാമാർ ഉണ്ടതാങ്ങിട്ട് പോയിട്ട് കാര്യമില്ല. ഭയങ്കര ഒരു രസമാണ്. എടാ ഇന്ന് മുതൽ ഞാൻ നിന്റെ ജിമ്മിന് വേണ്ടി ഞാൻ എന്തൊക്കെ ഫുഡൊക്കെ കഴിക്കണ്ടത്? നീ ഇപ്പൊ രാത്രി 1 പ്ലേറ്റ് ചോറ് കഴിക്കണമെങ്കിൽ ഇന്ന് പോലെ രാത്രി 2 പ്ലേറ്റ് ചോറ് കഴിക്കണം. അപ്പൊ വയറ് ബലൂൺ പോലെ ആവൂല്. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച. ഞാൻ പറയണ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ മസിലത്തെ ഇതുപോലെ കല്ല് പോലെ ഇരിക്കും. എങ്ങനെ ഉണ്ടല്ലോ? അതെ, രാവിലെ വെറും പറ്റി മുട്ട പുളിസ് കഴിക്കാൻ മറന്നു, അല്ലെങ്കിൽ നീ നെക്കാൻ കുറച്ച് മുക്കിയാനെ. അപ്പൊ ശരിക്കും നീ എന്ത് ഫുഡൊക്കെ കഴിക്കണം? രാവിലെ തന്നെ 1 കവർ പച്ചപ്പാൽ കുടിക്കും. അത് കഴിഞ്ഞ് ചെറുപഴം വറുത്ത് കഴിക്കും. അപ്പൊ ബുൾസൈ വെറും വയറ്റി ബുൾസൈ കഴിച്ചിട്ടാടാ മിൽമ പാല് കുടിക്കണം. നീ വേറെ ഏത് ഫുഡ് കഴിക്കണം? 11 മണിയാകുമ്പോ ചെറുപയർ മുളപ്പിച്ച് കഴിക്കും. 11 അറിയുമ്പോ പൊട്ടറ്റോ വറുത്ത് കഴിക്കും. എടാ മണ്ട പൊട്ടറ്റോ പുഴുങ്ങിയാണ് കഴിക്കേണ്ടത്. എടാ പൊട്ട അത് തൈസ് കൂട്ടാൻ വിങ്സ് നല്ല ചിറക് പോലെ ഇരിക്കണമെങ്കിൽ പൊട്ടറ്റോ വറുത്ത് തന്നെ കഴിക്കണം. എന്നോട് എനിക്ക് യോജിക്കാൻ പറ്റണം. നീ ജിമ്മിൽ പോകുന്ന തൊട്ട് മുമ്പ് എന്താ കഴിക്കണം? 1 ഗ്ലാസ് പാല്, 2 പപ്സ്, 1 ഏത്തപ്പഴം. വെറുതെ നീ ഇതെല്ലാം ജിമ്മിൽ പോകുന്ന മാണവന്മാർ. ചുമ്മാ വേറെ പണിയില്ല. ആരാ ഇത്? ആസാണ് പോകുന്നില്ല. ജോസേട്ടാ എന്നാ തീയാണ് പോയി. വൃന്ദാവനം ഊമ്പി ചെയ്തല്ലോ. വൃന്ദാവനെ കണ്ടെത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ ബർത്താനൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാത്രി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ.
വൃന്ദാവനെ കണ്ടെത്തി ഇതുവരെ താന്നിട്ടില്ല എന്നെ അപ്പോഴാണെന്നറിയോ ആദ്യം തൊട്ട് അവസാനം വരെ അവസാനമൊക്കെ പൺപൊളി അടിപൊളിയായിരുന്നു. ഞാൻ വന്ന് കാണാൻ പോയത് സൂപ്പറായിരുന്നു. പൈസ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാവും. ബൈ. പുതിയ വീഡിയോ ആയിട്ട് പുതിയ ദിവസം, പുതിയ റീൽസും പുതിയ ചങ്കയച്ച് ചങ്കുവാണത്തിന് തള്ളി പണി. അപ്പോൾ ഇനിയും ഞാൻ വരും. ബൈ.